Hi, Namaste. Welcome back viewers. Welcome back to my channel WinTrader. Intraday trading മാത്രമല്ല സ്വിംഗ് ട്രേഡിങ്ങും സ്കാൽപ്പിങ്ങും നമ്മുടെ സോഫ്റ്റ്വെയർ WinTraderലൂടെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റിലൂടെ എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാം, ഒരു ഫേക്ക് സിഗ്നൽ തിരിച്ചറിയുന്നത് എങ്ങനെ, കൺഫേം സിഗ്നൽ തിരിച്ചറിയുന്നത് എങ്ങനെ, അതേപോലെ എവിടെ വരെ നമുക്ക് എക്സിറ്റ് ചെയ്ത് ഏത് പോയിന്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം, എവിടം വരെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും, ഇതൊക്കെ ഇന്നത്തെ വീഡിയോയിലോട്ട് പറഞ്ഞു തരാം. അപ്പം ഇന്നത്തെ മാരുതിയുടെ ഇൻട്രാഡേയും അതേപോലെ പോർഷനിലെ പെർഫോമൻസ് രണ്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ 7th February. അപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ മാരുതിക്ക് രാവിലെ ഒരു സെൽ ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ സെൽ പൊസിഷൻ വലുതായിട്ട് മാർക്കറ്റ് താഴേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അത് നമുക്ക് സോഫ്റ്റ് കറക്റ്റായിട്ട് കാണിച്ചു തന്നിരുന്നു. അതൊരു കൺഫേം സിഗ്നൽ, ആക്ച്വലി കൺഫേം ആയിട്ടും മാർക്കറ്റ് അവിടെ നിന്ന് ഒരു ട്രെൻഡിങ് സിഗ്നൽ, അതായത് ഒരു റിവേഴ്സ് ചാൻസിലുള്ള സിഗ്നലാണെന്നും കറക്റ്റായിട്ട് എടുത്ത് കാണിച്ചു തരും സോഫ്റ്റ്വെയർ. അപ്പോൾ അതേപോലെ അത് കഴിഞ്ഞ് വന്നപ്പോൾ അയ്യോ നല്ലൊരു ഹൈക്ക് കയറി അപ്രോക്സിമേറ്റ് 52 പോയിൻറ്റ്സോളം മാരുതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാരുതിക്ക് 52 ഒന്നും പോയിൻറ്റ്സ് അല്ല, നന്നായിട്ട് ഹൈക്ക് പോകുന്ന സ്റ്റോക്കാണ്. അപ്പോൾ നല്ല രീതിയിൽ പെർഫോമൻസ് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 52 പോയിൻറ്റ്സോളം കിട്ടി. അപ്പോൾ ഇന്നത്തെ ആ ഒരു ട്രേഡിലുള്ള നമ്മൾ അപ്രോക്സിമേറ്റ് 2600 rupees നമുക്ക് മാരുതിയിൽ നിന്ന് ഏൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് പൊസിഷണൽ ട്രേഡ് നോക്കുകയാണെങ്കിൽ മാരുതിയുടെ നമുക്ക് 2 ദിവസങ്ങളായിട്ട് മാരുതിക്ക് ഹൈക്ക് തന്നെ, അതായത് അപ് ട്രെൻഡ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രോക്സിമേറ്റ് 400 പോയിൻറ്റ്സോളം കയറിയിട്ടുണ്ട്. 10,576 നമുക്ക് എൻട്രി എടുത്തതാണ്. അവിടുത്തെ മാർക്കറ്റ് നേരെ കയറിയ 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. 400 പോയിൻറ്റോളം പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഒരു 2 ദിവസം ട്രേഡിലൂടെ നമുക്ക് ആക്ച്വലി 20,000 rupees-ഓളം നമുക്ക് മാരുതിയിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്രയ്ക്ക് നല്ല ഹൈക്കാണ് മാരുതിയിൽ കിട്ടിയത്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് എങ്ങനെ, ഇതിന് മുമ്പ് മാരുതിക്ക് ഇതേപോലെ അല്ല, ഇതിന് മുമ്പും നമുക്ക് പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. മാരുതിക്ക് ബൈ ട്രേഡ് പോകുന്ന ഇന്നൊന്നിലല്ല, 2-3 ദിവസങ്ങളായിട്ട് ചിലപ്പോൾ പോകുമ്പോഴത്തേക്കും ബൈ ട്രേഡ് നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ലഭിക്കാറുണ്ട്. ഒരു എൻട്രി എടുക്കുന്നത് എങ്ങനെ, ഒരു എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. അതേപോലെ ഫേക്ക് സിഗ്നൽ തിരിച്ചറിയുന്നത് എങ്ങനെ. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് വോളിയം സ്റ്റോക്ക്, ഇപ്പം നല്ല ട്രേഡ്, ഇപ്പോൾ ഇന്നത്തെ മാരുതി ട്രേഡ് പോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്കിൽ നല്ലൊരു അപ് ട്രെൻഡും നല്ലൊരു ഡൗൺ ട്രെൻഡും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സിപ്ല നല്ല രീതിയിൽ ബൈ പോവുക, ടൈറ്റൻ നല്ല രീതിയിൽ ബൈ പോവുക. അപ്പോൾ നമുക്ക് സ്ട്രോങ് ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡുകൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഡോക്ടർ റെഡ്ഡി നല്ല സ്ട്രോങ് ബൈ ആണ്. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡോക്ടർ റെഡ്ഡിയിൽ നല്ലൊരു അപ് ട്രെൻഡ് ആയിരിക്കും. ഇപ്പം തിരിച്ച് ഇപ്പോൾ രാവിലെ ഒരു മാർക്കറ്റ് ഡൗൺ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ തിരിച്ച് പിന്നെയും കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ട്രെൻഡിങ് സ്റ്റോക്കുകൾ, നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള മൊമെൻറ്റുകൾ തിരിച്ചറിയേണ്ട ഈ സ്കാനറിലൂടെ വളരെ ഈസി ആയിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എങ്ങനെ ട്രേഡ് എടുക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന മാരുതിയുടെ 5 minute ചാർട്ടാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആക്ച്വലി കുറച്ചുകൂടെ അതായത് പൊസിഷണൽ ട്രേഡിലേക്ക് നമുക്ക് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യണം താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ടൈം ഫ്രെയിം മാറ്റി ചേഞ്ച് ചെയ്യണം. അതായത് 5 മിനിറ്റാണ് ഇൻട്രാഡേക്ക്, 15 മിനിറ്റിന് മുകളിൽ ടൈം ഫ്രെയിം പൊസിഷണൽ ട്രേഡിന് ഉപയോഗിക്കാം. അപ്പോൾ 15-30 സ്വിംഗ് ട്രേഡിങ്ങിന് 1 hour നല്ല രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഇത് ഗ്രീൻ കളർ അപ്പാരോ, ഇതാണ് ബൈ വന്നത് 9:30 6, അതായത് 6-ന് നമുക്ക് വന്ന സിഗ്നലാണ്, ഇന്നലെ വന്ന സിഗ്നലാണ്. എൻട്രി പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിഗ്നൽ വന്നു കഴിഞ്ഞാൽ നേരെ കയറി എൻട്രി എടുക്കുന്നതിന് പകരം ക്യാൻഡിൽ കളർ ഗ്രീൻ ആണോ ചെക്ക് ചെയ്യണം, താഴെ ഗ്രീൻ ആണോ, പ്രൈസിൻ ബൈ സോൺ വന്നിട്ടുണ്ടോ, ഇത് 3 ഓക്കെ ആണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് റെസിസ്റ്റ് ചെയ്ത ലെവൽ കട്ട് ചെയ്ത് നേരെ കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ഒരു 400 പോയിൻറ്റ്സ് എന്തായാലും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് സെൽ ട്രേഡും ഇതേപോലെ തന്നെയായിരുന്നു. കൺഫർമേഷൻ വന്ന് ബ്രേക്ക് ഔട്ട് വന്ന് മാർക്കറ്റ് നമുക്ക് 1 സൈഡ് മൊമെൻറ്റ് തന്നെയാണ്, നല്ല ഹ്യൂജ് ഡൗൺഫോള് നമുക്ക് അതിന് മുമ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിന് മുമ്പും മാരുതിക്ക് ബൈ പോയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് 2-3 ദിവസങ്ങളിൽ ബൈ പോയി നല്ലൊരു പ്രോഫിറ്റ് ലെവൽ ഏൺ ചെയ്യാണ്ട് മാരുതിക്ക് ഇതിന് മുമ്പ് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാരുതി നിങ്ങളുടെ വാച്ച് ലിസ്റ്റ് പെടുത്തി ഇൻട്രാഡേക്കാകട്ടെ പൊസിഷണൽ ട്രേഡിനാകട്ടെ മാരുതി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എൻട്രി എടുക്കണമെന്ന് പറഞ്ഞു തരാം. ഇപ്പോൾ ഇൻട്രാഡേക്കാണ് ഞാൻ 5 മിനിറ്റ് സെറ്റ് ചെയ്തിരുന്നത്. 5 മിനിറ്റത്ത് ഇന്നത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ 2 സിഗ്നലാണ്. ഒരു സെല്ല് മോർണിംഗിൽ വന്നു, അത് കഴിഞ്ഞ് വന്ന ബൈ വന്ന ടൈമിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, എൻട്രി പോയിന്റും ടാർഗറ്റ്സും. അപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് ടാർഗറ്റ്, എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഈ സിഗ്നൽസ് കൺഫേം ആണെന്ന് നോക്കിയിട്ട് മാത്രം എൻട്രി എടുക്കുക. കൺഫർമേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാൻഡിൽ കളർ നോക്കണം, താഴത്തെ കൺഫർമേഷൻ ബാർ, പ്രൈസ് ഇൻ ബൈ സോൺ, ഇത് 3 ഓക്കെയാണ്. അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ എൻട്രി എടുക്കുക. അവിടെ നേരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. ടോട്ടൽ 52 പോയിൻറ്റ്സോളം നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിന് മുമ്പ് വന്ന സെല്ല് ഒരുപാട് പോയിട്ടില്ല. അത് കാരണം സെൽ സിഗ്നൽ വന്ന സമയത്ത് കൺഫർമേഷൻ ഇല്ല, താഴെ ഗ്രീനാണ്. അപ്പോൾ റെഡിലേക്ക് വന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് നെക്സ്റ്റ് ക്യാൻഡിൽ എടുക്കാൻ പോകുമ്പോൾ അവിടെ ഹോളോയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സപ്പോർട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ലെവൽ അവിടെ എടുത്തില്ലെങ്കിൽ നമുക്ക് ആക്ച്വലി അവിടുന്ന് പൊസിഷൻ എക്സിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ താഴേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന കളർ ചേഞ്ചസ് നമുക്ക് ആക്ച്വലി മാർക്കറ്റ് സൈഡ് വേസ് ആണ്.
അപ്പം എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ലൈവായിട്ട് നിങ്ങൾക്ക് നോക്കാൻ, അത് ലൈവായിട്ടൊരു ട്രേഡ് എടുക്കാൻ താല്പര്യമുണ്ട്, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വളരെ ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. വെറും നമുക്ക് കൺഫർമേഷൻ ലെവൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്യാനിൽ നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി കളർ ചേഞ്ചസ് ഇതേമാതിരി കളർ ചേഞ്ചസ് വരും. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂവേഷൻ ബൈ പോയതിന് ശേഷം ഇവിടെയാണ് കളർ ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് മാരുതിയുടെ ഇതിന് മുമ്പത്തെ ട്രേഡാണ്. ഇതിൽ ബൈ സെൽസിൽ വന്ന് റിവേഴ്സ് പോകുമ്പോൾ ഫോളോ ക്യാൻഡിൽസ് ഇവിടെ വന്നു. അപ്പോൾ കളർ ചേഞ്ചസ് ആയിട്ട് കറക്റ്റ്ലി നമുക്ക് ഡിസൈൻ നമുക്കത് കാണിച്ചു തരാം. ലൈവായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മാർക്കറ്റിൽ ലൈവ് മാർക്കറ്റിൽ നോക്കാൻ താല്പര്യമുണ്ട്, കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു ലൈവ് സെക്ഷനായിട്ട് ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്.